ഇനി വരുന്നൊരു 5-10 വർഷം നോക്കുമ്പം കേരളത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് വലിയ തോതിൽ വരും. കാരണം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ധാരാളം വന്നിട്ടുണ്ട്. തുറമുഖം വന്നു, ഏറ്റവും വലിയ തുറമുഖം, റോഡ് കണക്ടിവിറ്റി, ഫാക്ടറികൾ, കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, റിസർച്ച് സെൻറ്റേഴ്സ്, ഇതൊക്കെ എപ്പോഴും എക്കണോമിക് പെർഫോമൻസ് കൂട്ടും. കൂടുതൽ നല്ല ജോലികൾ വരും, കൂടുതൽ ആളുകൾ ഇവിടെ വരും. ഇത് വരുമ്പോൾ ഇനിയും നമ്മൾ ഇതിനേക്കാളും ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 മടങ്ങ് മെച്ചപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഇത് കടം കയറിയ വീടല്ല, ഇത് ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൺട്രോൾ ചെയ്ത് പോകുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നല്ലപോലെ പ്രോഗ്രസ് ചെയ്യുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അനുഭവം കാണിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ആ കോൺഫിഡൻസ് ഉണ്ട്. പൊതുവിൽ കേരള ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പെർഫോമൻസിനെ ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ജനങ്ങൾ നല്ല വിശ്വസിക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ഇമ്പാക്റ്റ് അറിയാം, ഓരോ മേഖലയിൽ അറിയാൻ പറ്റും. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പല മേഖലയിലെ എഫക്റ്റ്. അതിന് കാരണം അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് റീസെൻ്റ്ലി കേരളത്തിൻ്റെ കടം ഏറ്റവും താഴെയൊന്നുമല്ല, കേരളത്തെക്കാളും അധികം കടമുള്ള ഒരു 10 സംസ്ഥാനങ്ങളുടെ എല്ലാം കണക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല 39% വരെ ജി എസ് ടി പിയുടെ 39% വരെ കേരളത്തിനാകെ കടമുണ്ടായിരുന്നു. അത് കോവിഡ് സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞല്ലോ. അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് 34-ലേക്ക് എത്തി. 30-ലേക്ക് എത്തണം ഒരു ഇത്ര വർഷം കഴിയുമ്പോഴാണ്. ഇന്ത്യ ഗവൺമെൻറ് 59 ഉണ്ടായിരുന്നു. അപ്പം ആ കടം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കടം കുറയുന്നു എന്ന് മാത്രമല്ല, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കടം വളരെ കുറവാണ്. പൊതുവിൽ ഇങ്ങനെ വരുന്ന കടം എന്നുള്ളതല്ല, അത് ഔട്ട്സ്റ്റാൻഡിങ് കടം ഇപ്പം നമുക്ക് പ്രസൻ്റ്ലി നിൽക്കുന്ന ബാധ്യത വളരെ കുറവാണ്. ഇവരെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഈ സാധാരണ ഇത് കടമാണ് ഇവന് കടമാണ്, ഈ വീട് ബാങ്ക്രപ്റ്റായി, ഇവൻ വിൽക്കും എന്ന് പറഞ്ഞ് നോക്കി നടക്കുമല്ലോ. ഇതിനെ തകർത്ത് ഞങ്ങൾക്ക് കയറാം എന്ന് വിചാരിക്കുന്ന UDF-കാരുടെ ഒരു മനോഭാവമുണ്ട്. ഇപ്പം തകരും എന്ന് നടക്കുക. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അസംബ്ലി പറഞ്ഞു, കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, അവിടെ ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ ധനകാര്യ കാര്യങ്ങളിൽ കൃത്യമായൊരു ചിട്ടയുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ 2000 രൂപ ക്ഷേമ പെൻഷനാക്കി വർദ്ധിപ്പിക്കാനും സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ പദ്ധതി പ്രഖ്യാപിക്കാനും കുട്ടികളുടെയും മറ്റെല്ലാ മേഖലയിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റിയത്. 6 മാസം കൂടി ഞങ്ങളുടെ ഈ ഗവൺമെൻറ്റിന് കൊടുക്കണം. അവസാന മാസമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇത് അവസാന മാസം ഇവരൊരു നാടകം കാണിക്കുകയാണ്. അപ്പോൾ 6 മാസം കൂടി കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കും പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.